ചന്ദ്രപക്ഷത്തേക്ക് സ്വാഗതം. മനുഷ്യന് എപ്പോഴും അവനവന്റെ പോരായ്മകളെ ചൊല്ലിയുള്ള പരാതിയാണ് മുഖ്യം. എനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ച് പണമുണ്ടായിരുന്നെങ്കിൽ, നല്ലൊരു വീടുണ്ടായിരുന്നെങ്കിൽ, വാഹനമുണ്ടായിരുന്നെങ്കിൽ, ഇനിയും എത്ര കുറവുകളാണ് പറയാനുള്ളത്. എന്നാൽ ഇവയെല്ലാം നേടിയവരോ? അവർ എന്തെങ്കിലും ക്രിയാത്മകമായി ചെയ്യാനും പ്രാപ്തി നേടിയോ? അവർ മറ്റു പല പോരായ്മകളെയും കുറിച്ചാണ് പരാതിപ്പെടുന്നത്. രാജ്യത്തെ വ്യവസ്ഥിതിയുടെ പോരായ്മകൾ, കാലാവസ്ഥയുടെ കുഴപ്പങ്ങൾ, സമൂഹത്തിന്റെ അച്ചടക്കമില്ലായ്മ മുതലായ പ്രശ്നങ്ങളാണ് അവർക്ക് തടസ്സം. എന്നാൽ വിജയം നേടിയവരോ? അവർക്ക് പരാതിയില്ല, പരിഭവവുമില്ല. പ്രശ്നങ്ങൾ എന്നുമുണ്ട്, എല്ലാവർക്കുമുണ്ട്. പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് വിജയിക്കുന്നവർ. വിജയികൾക്കും പരാജയപ്പെട്ടവർക്കും ദിവസം 24 മണിക്കൂർ മാത്രം. കൈകൾ 2, കാലുകൾ 2, അവയവങ്ങളെല്ലാം സമാനം. ചെറിയ ഏറ്റക്കുറച്ചിലുകൾ കാണപ്പെടാം. എന്നാൽ ഇവയൊക്കെ ശരിയായി ഉപയോഗപ്പെടുത്തുന്നവർ എത്രയാണ്? അവരാണ് യഥാർത്ഥ വിജയികൾ. തലച്ചോറിന്റെ ശേഷിയുടെ 12% മാത്രമാണ് ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റൈൻ പോലും വിനിയോഗിച്ചിട്ടുള്ളത് എന്ന് ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ഹൃദയം 20% പ്രവർത്തിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കും. ശ്വാസകോശം 2 അധികപ്പറ്റാണത്. ശ്വാസോച്ഛ്വാസത്തിന് അതിൻ്റെ 10% പോലും വിനിയോഗിക്കാത്തവരാണ് നമ്മൾ അധികവും. കിഡ്നി 1 മതി, 1 ദാനം ചെയ്തിട്ടും സുഖമായി ജീവിക്കുന്നവരുണ്ട്. അതുപോലെയാണ് നമ്മുടെ ഓരോ അവയവങ്ങളുടെയും ശേഷി. ഇവയൊക്കെ ശരാശരി നിലവാരത്തിലെങ്കിലും വിനിയോഗിച്ചുകൊണ്ടിരുന്നാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് സംശയമില്ല. ആവശ്യത്തിലധികം തന്ന് ഈ ജീവനും തന്ന ഈശ്വരൻ അവസാനം കണക്കെടുക്കുമ്പോൾ വിനിയോഗിക്കാതെ ലാപ്സാക്കി കളഞ്ഞ ഈ അവയവശേഷിയും ഊർജവും എങ്ങനെ പരിഗണിക്കപ്പെടും എന്ന് ചിന്തിക്കുക. ക്രിയാത്മകമായി വിനിയോഗിച്ച് ഈ ലോകത്തിന്റെ ഗതി മാറ്റാൻ ഉപകരിക്കേണ്ട ശക്തി സമ്പത്ത് മദ്യത്തിലും മയക്കുമരുന്നിലും ഹോമിച്ചും അലസത കൊണ്ട് പാഴാക്കി കളഞ്ഞും അമിതമായ ഉപഭോഗ തൃഷ്ണയാൽ രോഗാതുരമാക്കിയും കളഞ്ഞിട്ട് എന്ത് പരാതിയായിരിക്കും നമുക്ക് പറയാൻ കഴിയുക, ബോധ്യപ്പെടുത്താൻ കഴിയുക? അസുലഭമായ ഈ മനുഷ്യ ജന്മം ലഭിച്ചതിന് നന്ദിയുള്ളവരായിരിക്കുക. ചുരുങ്ങിയ ഈ ആയുഷ്കാലം ഒരു നിമിഷം പോലും പാഴാക്കാതെ വിനിയോഗിച്ചു കൊണ്ടേയിരിക്കുക. ഇവിടെ നിന്ന് പോകുമ്പോൾ ടൂത്ത് പേസ്റ്റ് ട്യൂബിലെ അവസാനത്തെ കണികയും ഞെക്കിയെടുത്ത് ട്യൂബ് വലിച്ചെറിയുന്നത് പോലെ ഈ ശരീരം പൂർണ്ണമായി വിനിയോഗിച്ചതിന് ശേഷമേ അഗ്നിക്ക് സമർപ്പിക്കാവൂ. നമസ്തേ.